നമസ്കാരം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചൊരു ചോദ്യമാണ് ആദ്യമായി ഡോക്ടറോട് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് ഒരു ഒരു മധ്യവയസ്സിലേക്ക് അടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കുട്ടികളില്ല. അപ്പോൾ വളരെ കാലമായിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഒരു കുഴപ്പവും അദ്ദേഹത്തിനുണ്ട് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. ഈ അടുത്ത് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് വെരിക്കോസിൽ ഗ്രേഡ് 3 എത്തിയെന്നും അദ്ദേഹത്തിന് സ്പേം കൗണ്ട് വളരെ കുറവാണ് എന്നും ആണ് ടെസ്റ്റിൽ വന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മളിലേക്ക് ഉന്നയിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വീഡിയോയിൽ വെരിക്കോസിലുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയിൽ നമ്മളൊരു ടെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു ടെസ്റ്റ് വളരെ ആക്യുറേറ്റ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനാണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന രീതിയിൽ ആ ഒരു ടെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. എന്താണ് ഡോക്ടർ പറയാനുള്ളത്? അതായത് വെരിക്കോസിൽ സാധാരണഗതിയിൽ ബീജത്തിൻ്റെ കൗണ്ടും ചലനശേഷിയും കുറയ്ക്കാൻ കാരണമാകുന്ന ഒരു ഡിസീസാണ്. വെരിക്കോസിൽ ഈസ് എ പ്രോഗ്രസീവ് ഡിസീസ് which causes damage to the spermatozoa. യൂഷ്വലി സംഭവിക്കാം. പക്ഷേ വെരിക്കോസിലുള്ള എല്ലാ പുരുഷന്മാർക്കും അങ്ങനെ വന്നുകൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഒരു വ്യക്തി കല്യാണം കഴിക്കാത്ത ആളോ കല്യാണം കഴിച്ച കുട്ടികളില്ലാത്ത ആളോ ഒരു കുട്ടിക്ക് ശ്രമിക്കുന്ന ആളോ ആണെങ്കിൽ വെരിക്കോസിലുണ്ട്, ബീജത്തിൻ്റെ കൗണ്ടും ചലനശേഷിയും കുറവാണെങ്കിലാണ് വെരിക്കോസിൽ സർജറി യൂഷ്വലി ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധാരണ സെമൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് ഒരു ടെക്നീഷ്യൻ നോക്കിയിട്ട് ചെയ്യുന്നതാണ്. അതിന് നമ്മളെ കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ടെക്നീഷ്യൻ്റെ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 ടെക്നീഷ്യൻ ചെയ്താൽ 4 റിസൾട്ടുകൾ വരാം. കാരണം മില്യൺസ് ഓഫ് സ്പേംസിനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതിനുള്ളിലൂടെ നോക്കുമ്പോൾ ഒരാളുടെ സബ്ജക്റ്റീവായിട്ടുള്ള അയാളുടെ എക്സ്പെർട്ടൈസ് അനുസരിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് അതിൽ കൊടുക്കുക. മറ്റേ കമ്പ്യൂട്ടറൈസ്ഡ് സെമൻ അനാലിസിസ് ആകുമ്പോൾ കാസ എന്ന് പറയും. അതിൽ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമ്മളിത് പ്രോസസ്സ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ലൈഡിൽ നിന്നും കമ്പ്യൂട്ടറാണത് പിക്കപ്പ് ചെയ്ത് ഒരു അനാലിസിസിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ കാസയിൽ വരുന്ന പല പാരാമീറ്റേഴ്സും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഒന്ന് മോർഫോളജിയെ പറ്റിയുള്ള ഡീറ്റെയിൽ കിട്ടും, സ്പേം മോട്ടിലിറ്റി കിട്ടും, ടോട്ടൽ കൗണ്ട് കിട്ടും. ഒപ്പം അഡീഷണലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് DNA ഫ്രാഗ്മെൻറ്റേഷനാണ്. അതായത് സ്പേമിൻ്റെ ഔട്ടർ മെംബ്രെയിന് ഡാമേജുകൾ ഉണ്ടാവാം. ആ ഡാമേജ് സാധാരണ ഒരു ടെക്നീഷ്യൻ മൈക്രോസ്കോപ്പിലൂടെ നോക്കി ചെയ്യുമ്പോൾ അറിയാനൊക്കില്ല. അതാണ് DNA ഫ്രാഗ്മെൻറ്റേഷൻ. അങ്ങനെ ഒരു DNA ഡിഫക്റ്റീവായിട്ടുള്ള ഒരു സ്പേം യൂഷ്വലി പ്രഗ്നൻസിക്ക് കാരണമാവില്ല. അപ്പോൾ ആ DNA ഫ്രാഗ്മെൻറ്റേഷൻ കൂടുതലാണ് എങ്കിൽ അത് ഫെർട്ടിലിറ്റി, കുട്ടികളുണ്ടാവുന്നതിന് തടസ്സമായിരിക്കും. അത്തരം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കാസയിൽ കിട്ടും. ആ കാസ പൊതുവെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും അത് റെക്കമെൻഡ് ചെയ്യാത്തതിന് കാരണം അതാണ്. യൂഷ്വലി സാധാരണ ഒരു സെമൻ അനാലിസിന് ഒരു 400 മുതൽ 1000 രൂപ വരെ ആയിരിക്കും പല കേന്ദ്രങ്ങളിലും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കാസ വരുമ്പോഴേക്കും ഒരു 9000 10,000 റുപ്പീസ് അതിന് വരാം. കാരണം അതിനുള്ള എക്യുപ്മെൻറ്റും ആ ടെക്നോളജിയൊക്കെ അത്ര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇത്രയും ആകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാസയിൽ കുറേ കൂടെ കൂടുതൽ ക്ലിയറായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ഈ DNA ഡാമേജൊക്കെ ഉണ്ട് എങ്കിൽ വെരിക്കോസിലിന് സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ കഴിയും. അതിന് ശേഷം ഉണ്ടാകുന്ന സ്പേംസിന് കുറച്ചുകൂടി ക്വാളിറ്റി മെച്ചമായിരിക്കും. അത് വെച്ചിട്ട് നോർമലി പ്രഗ്നൻസി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ നോർമലി പ്രഗ്നൻസി അച്ചീവ് ചെയ്യാം. അതല്ലാത്ത കേസുകളിൽ XCIVF പോലുള്ള പ്രൊസീജിയേഴ്സിന് സ്പേം എടുക്കുമ്പോൾ സ്പേമിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെട്ടതായിരിക്കുന്നത് കൊണ്ട് തന്നെ, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ പ്രഗ്നൻസിക്കുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ആ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിന് വിശദമായൊരു മറുപടി ലഭിച്ചു എന്ന് കരുതുന്നു. എന്തുകൊണ്ടാണ് നമ്മളുടെ നേരത്തെയുള്ള വീഡിയോയിൽ, വെരിക്കോസിലിൻ്റെ വീഡിയോയിൽ കാസയുടെ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞതെന്നും നമ്മൾ അതിൻ്റെ ഒരു ആക്യുറസിയിൽ എന്തുകൊണ്ടാണ് വിശ്വാസം അർപ്പിക്കുന്നത് എന്നുള്ളതും
വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ധാരാളം സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ടാകും. അത് ഒന്നുകിൽ ഹോസ്പിറ്റലിൻ്റെ വാട്സപ്പ് നമ്പറുകളിലോ വീഡിയോയുടെ താഴെയുള്ള വാട്സപ്പ് നമ്പറുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിലോ ചോദിക്കാവുന്നതാണ്. അത്തരം ചോദ്യങ്ങൾക്ക് വിശദമായ മറുപടി ഇത്തരത്തിൽ ഡോക്ടറോട് ചോദിച്ച് നൽകുന്നതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.